നമസ്കാരം. തിരുവോണം നക്ഷത്രം 2025 നമ്മൾ നോക്കാൻ പോകുന്നത്. ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ്. പേടിക്കേണ്ട, ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ പരിഹാരം ഞാൻ അവസാനം പറയുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ യോഗം, മത്സര പരീക്ഷകളൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ പഴയ വീട്ടിലൊക്കെയാണ് താമസിക്കുന്നുണ്ടെങ്കിൽ അത് പുതുക്കി പണിയിക്കുകയോ അല്ലെങ്കിൽ പുതിയ വീട് പണിയാനോ ഒക്കെ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങാൻ പറ്റും. പുതിയ വാഹനങ്ങൾ മേടിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. സ്വന്തമായിട്ട് സ്ഥലങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. തൊഴിലിൽ നല്ല ഉയർച്ച ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തൊഴിലിടത്തിൽ ശത്രുശല്യം വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. തൊഴിൽ ഉയർച്ച വളരെയധികം ഉണ്ടാവും. മേലധികാരികളിൽ നിന്ന് പ്രശംസയൊക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ് 2025 തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. രക്തസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിതൃ സ്വത്ത്, അതായത് അച്ഛൻ്റെയൊക്കെ വഴിയുള്ള സ്വത്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ 2025. പിന്നെ എന്തെങ്കിലും കേസുകളൊക്കെ നിങ്ങൾ നടത്തുന്നുണ്ട്, അതിലൊക്കെ 100% നിങ്ങളിലേക്ക് വിജയം വന്നെത്തും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിലെ വിലപ്പെട്ട ഡോക്യുമെന്റ്സ്, ഫയലുകളൊക്കെ നിങ്ങൾ നഷ്ടപ്പെടാതെ നോക്കണം. അതൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, തിരിച്ചു കിട്ടാത്ത വിധം. അതുപോലെ കടമൊക്കെ കൊടുക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ച് കടമൊക്കെ കൊടുക്കുക. തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവുള്ളൊരു വർഷമാണ്. തിരുവോണം നക്ഷത്രക്കാരുടെ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് കുറച്ച് പരിഹാര മാർഗങ്ങളുണ്ട്. അത് നമുക്ക് പറയാം. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് മഞ്ഞപ്പട്ടും മഞ്ഞഹാരവും ഒരേ ദിവസം തന്നെ മഞ്ഞപ്പൂക്കൾ കൊണ്ട് കോർത്ത മാല ദൈവത്തിന് സമർപ്പിക്കുക. അതായത് കുടുംബക്ഷേത്രം ഉണ്ടല്ലോ, കുടുംബക്ഷേത്രത്തിൽ പോയി നിലവിളക്ക്, ഒരു പുതിയൊരു നിലവിളക്ക്, കുഞ്ഞൊരു നിലവിളക്കാണേലും മതി, അതും സമർപ്പിക്കുക. ശിവന്റെ അമ്പലത്തിൽ, അടുത്തൊക്കെ ശിവക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ശത്രുശല്യമൊക്കെ മാറ്റാൻ 12 മാസവും ഓരോ ജലധാര വെച്ച് കഴിപ്പിക്കുന്ന അത്യുത്തമമാണ് ഉത്രാടം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ. നന്ദി, നമസ്കാരം.